ഞങ്ങൾ മൂന്നാളും കൂടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു ഷാർജയെങ്കിലും കുടിക്കാതെ തിരികെ വീട്ടിലേക്ക് പോയില്ല. സമയം ഉച്ചര കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് ഷാർജ അല്ലാണ്ട് കുറച്ച് കാര്യമായിട്ട് ബിരിയാണി തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനത്തെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന ഇരിപ്പാണിത്. മലബാർ ബൈറ്റ്സിലെ ബിരിയാണി കഴിക്കാനാണ് ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓർഡർ ചെയ്ത ഐറ്റം കിട്ടുന്നത് വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്നാക്ക് വരെ തരുന്നുണ്ട്. അതാണ് വീഡിയോയുടെ തുടക്കത്തിൽ ആദപ്പം കുറച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബിരിയാണി എത്തി. ബിരിയാണിയുടെ കൂടെ തന്നെ അതിന്റെ വെച്ചൊരുക്കങ്ങളായിട്ടുള്ള പപ്പടവും അച്ചാറും സാലഡും ഉണ്ട്. ബിരിയാണി അമ്മ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ലെഗ് പീസ് ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ക്യാമറ അമ്മയുടെ പാത്രത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലെഗ് പീസ് കിട്ടിയില്ല. ആ മനോവിഷമം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ തൊട്ടടുത്ത ടേബിളിൽ ഇരുന്നവർക്ക് ലെഗ് പീസ് കിട്ടിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ആ സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി ആദപ്പിന് ഫുഡ് കൊടുത്ത് ഞാനും കഴിക്കുവാണ്. ബിരിയാണിയുടെ ഒപ്പം തന്നെ ഞങ്ങൾ 2 ലൈമും ആദപ്പിന് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിച്ചു കഴിയുന്നവരെ അവൻ ഈ ഐസ്ക്രീം കാണാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. അങ്ങനെ ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞ് അച്ഛന് വേണ്ടിയിട്ട് ഒരു ബീഫ് ബിരിയാണിയും കൂടി പാഴ്സൽ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹെവി ആയിട്ട് ഫുഡും കഴിച്ചിട്ട് നല്ല കാറ്റും കിട്ടുന്നതുകൊണ്ട് തന്നെ ആദപ്പന്റെ നിദ്രാദേവിയെ കാത്ത് കിടക്കുവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.